യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രിയപ്പെട്ടവർ, നമുക്ക് വി ജസ്റ്റ് സിംഗ് എ സോങ്. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. As we come into the presence of our Lord, കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന ഈ നിമിഷങ്ങൾ നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് വി ജസ്റ്റ് സിംഗ് ദി സോങ്. ഹല്ലേലൂയ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയമോടെ എനിക്ക് ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയമോടെ അങ്ങേ ആരാധിക്കും ഞാൻ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതം ചെയ്യുന്നവൻ, for whom there is nothing impossible, അസാധ്യമായിട്ട് ഒന്നുമില്ലാത്ത ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒന്നായി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സൂം പ്രോഗ്രാം എല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പിൽ നമുക്കൊന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് let's sing this one more time. Just the first stanza. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ,
അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. Father God, we take this time to praise you and to thank you for all the blessings you have kept in store for us, for the anointing you have kept in store for us. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിയുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ദാവീദിന്റെ ആ പ്രാർത്ഥന അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 27 One thing I seek of the Lord, ഒരേ കാര്യം മാത്രം, കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ സദാസമയം വസിക്കാനുള്ള കൃപ, വേറെ ഒന്നും വേണ്ട. Hallelujah. 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 Thank you, Lord. Praise you, Lord. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗാനം നമുക്ക് വരവയുക ഇപ്പം എവിടെയോ നമ്മളാണോ അവിടെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പാടാം ഈ ഗാനം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകുവോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകുവോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ, എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് വെച്ചിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെ ഓർത്ത്
ഇപ്പോഴേ നമുക്ക് സ്തുതിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, we are not worthy of all the love he gives us, all the blessings. ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ ഓർത്ത്, ഇന്ന് വചനത്താൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന എല്ലാ നന്മകളെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ സിംഹാസനം മുമ്പിൽ ഒന്നുകൂടെ നമുക്ക് ഒരു വരി കൂടെ ഒന്നുകൂടെ പാടാം. ഹൃദയം തുറന്ന് മനസ്സ് മുഴുവൻ കർത്താവിലോട്ട്, ടു ഫോക്കസ് ഓൺ ദ ലോർഡ്. കർത്താവിന്റെ സിംഹാസനം മുമ്പിൽ ധൈര്യപരമായിട്ട് നമുക്ക് വരാൻ തന്നിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒന്നുകൂടെ നന്ദിയോടെ ഒന്നുകൂടെ അവസാനമായിട്ട് ഒന്നുകൂടെ പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അറിയാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകുവോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകുവോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ, എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ, എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. Hallelujah. Thank you, Lord. We praise you. Hallelujah. യേശുവേ നന്ദി, രൂഹായേ സ്തോത്രം. Glory. Hallelujah. Thank you, Lord. Let's invite the Holy Spirit into our midst. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലെങ്കിൽ nothing can happen. നമുക്ക് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് ഗാനമാണ്, Precious Spirit come, Holy Spirit come, come into me now to touch and heal. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്ന്, let the fire of the Holy Spirit come and set us free from anything which is not of the Lord, as we come to prepare ourselves to receive the word of God. കർത്താവിന്റെ വചനം നമുക്ക് ശ്രവിക്കുന്ന മുമ്പ് ഈ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഈ ഇംഗ്ലീഷ് ഗാനം join with me. Hallelujah. Precious Spirit come, Holy Spirit come, come into me now to touch and heal. Precious Spirit come, Holy Spirit come, come and now and set my life on fire. Precious Spirit come, Holy Spirit come, come into me now to touch and heal. Precious Spirit come,
Holy Spirit, come and now and set my life on fire. Oh, let my heart burn with love for my Lord. Let thy mighty power flow and set me free. Oh, let my heart burn with love for my Lord. Let thy mighty power flow and set me free. Precious Spirit, come. Holy Spirit, come into me now to touch and heal. Precious Spirit, come. Holy Spirit, come and now and set my life on fire. When times of trials come, temptations come my way, let me cling to thy precious love. Prepare me for the day, that great and glorious day, when my Lord comes back to take me home. Oh, let my heart burn with love for my Lord. Let thy mighty power flow and set me free. Oh, let my heart burn with love for my Lord. Let thy mighty power flow and set me free. Precious Spirit, come. Holy Spirit, come into me now to touch and heal. Precious Spirit, come. Holy Spirit, come and now and set my life on fire. Precious Spirit, come. Holy Spirit, come into me now to touch and heal. Precious Spirit, come. Holy Spirit, come and now and set my life on fire. യേശുവേ നന്ദി, പിതാവേ നന്ദി, രൂഹായേ സ്തോത്രം. താങ്ക് യു ലോർഡ്. We praise you, Lord. Glory to you, Lord. Hallelujah. Hallelujah. നമുക്ക് എന്താ ശുശ്രൂഷകളെ കർത്താവിന്റെ തിരുമുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ വഴി ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഏറ്റെടുക്കുവാനും ഒരു വലിയ അഭിഷേക കൃപയിലേക്ക് ഇന്നും കടന്നു വരുന്ന ദിവസങ്ങളും പരിശുദ്ധാത്മാവ് മാറ്റുവാനും നമ്മുടെ എല്ലാ നിയോഗത്തിന്റെ മേലും പരിശുദ്ധാത്മാവ് ഒരു പുതിയ അഭിഷേക കൃപ വർഷിക്കപ്പെടുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും കർത്താവിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏതാനും സമയം കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിക്കാം. സങ്കീർത്തനം 86 5 തിരുവചനം അവിടുന്ന് പ്രകാരം അരുളി ചെയ്യുന്നു: അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരോട് അങ്ങ് സമർത്ഥമായ കൃപ കാണിക്കുന്നു. ആര് ദൈവനാമം വിളിച്ച് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് ദൈവസ്തുതിയിൽ ആനന്ദിക്കുന്നുവോ ആ വ്യക്തിയിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, ആ കുടുംബത്തിലേക്ക് ഈ വചന വാഗ്ദാന പ്രകാരം ദൈവം തന്റെ അത്ഭുതകരമായി കൃപകൾ വർഷിക്കപ്പെടുന്നുവെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലെ അധ്യായം 10 വചനം 12 പ്രകാരം അരുളി ചെയ്യും: യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവം തന്റെ സമ്പത്ത് വർഷിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ ദൈവനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായ കൃപയായി നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുവെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ച് നമുക്ക് സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, സജിത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ എല്ലാ കുടുംബങ്ങളെയും ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു അഭിഷേകം കർത്താവെ ഈ സമയം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളില് കർത്താവെ വിവിധ കുടുംബങ്ങളിൽ ഇരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മേലും നിന്റെ അത്ഭുതകരമായ കൃപയും അഭിഷേകവും ഇപ്പോൾ തന്നെ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിങ്ങനെ നമുക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിക്കാനായിട്ട് കഴിയുന്നതില്. ഇന്നത്തെ വചന കേൾവി നമുക്ക് എല്ലാവർക്കും വലിയ ജീവനായി മാറാനായിട്ട് നമുക്ക് വിശേഷ പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന കേൾവിയിലേക്ക് വരാം. അപ്പൊ നമ്മള് വർഷിപ്പിന് വേണ്ടി പാട്ടുകൾ പാടിയപ്പോഴ് ആ ഒരു സ്റ്റാൻസ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിടും. ആ ഒരു സ്റ്റാൻസ് കൂടെ ഒന്നുകൂടെ നമുക്ക് പാടിയിട്ട് അല്ലെ. വളരെ ടച്ചിങ് ആയിരുന്നു ആ ഓർക്കസ്ട്രയും ആ ഒരു ലൈനും പാടിയത്. നമുക്ക് ഒരു പ്രാവശ്യം ഒരുമിച്ചൊന്ന് പാടി, പ്രത്യേകിച്ച് താങ്ക്സ് ഗിവിംഗിലേക്ക് വരുമ്പോ അല്ലെ, അർഹിക്കാത്ത നന്മകളെ. അതെ അതെ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകുവോനെ സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകുവോനെ സ്തുതി. Hallelujah. Hallelujah. Oh, it's really നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ, എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ, എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവം കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ താങ്ക്സ് ഗിവിംഗ് ഡേയ്സിലേക്ക് കർത്താവെ നിന്റെ മക്കള് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ പ്രാർത്ഥിക്കാൻ എല്ലാം നൽകുന്ന അവസരത്തിനായിട്ട് നന്ദി. ഇന്ന് ഞങ്ങൾ പാടിയതുപോലെ അർഹിക്കാത്ത നന്മകൾ കൊണ്ട് ഒരു രാജ്യത്തെ ദൈവം
പരിപാലിച്ചതിന്റെ, അനുഗ്രഹിച്ചതിന്റെ ആ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ ഈ ദിവസങ്ങൾ വന്ന് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, താങ്ക്സ് ഗിവിങ്ങിനായിട്ട് കടന്നു വരുമ്പോൾ, ഫാദർ വി നോ the ways, hallelujah, oh God. അങ്ങ് ഞങ്ങളെ നടത്തിയ വലിയ വഴികൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ വഴികൾക്കായി സ്തോത്രം. എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ സൂം ലൈവിൽ പങ്കെടുക്കുന്ന പലരും ഇങ്ങനെ ഒരു രാജ്യത്തെത്തുമെന്നോ ഇങ്ങനെ ഒരു ലൈവിൽ പങ്കെടുക്കുമോ എന്നോ ഒന്നും ചിന്തിച്ചവരല്ല. പക്ഷെ കർത്താവെ, അങ്ങാണ് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് അങ്ങയുടെ പദ്ധതിക്ക് അനുസരിച്ച് ഞങ്ങളെ കൊണ്ടുപോയി എല്ലാത്തിലും എത്തിച്ചത് അവിടുന്നാണ്. സോ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയില് വലിയ കൃപ എല്ലാ മക്കളിലേക്കും ഇറങ്ങി അനുഭവിക്കുന്ന നിമിഷങ്ങളാക്കി ഈ സമയങ്ങളെ അവിടുന്ന് മാറ്റണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ആ ഒരു മാധ്യസ്ഥം, നിരന്തരമായ കൂട്ടായ്മ, സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് അവിടുത്തെ പുത്രനോട് അപേക്ഷിക്കണമേ. സ്വർഗീയ മാലാഖമാരെ സംരക്ഷണത്തിന്റെ മതിൽ തീർക്കണമേ. സകല വിശുദ്ധരുമേ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് അപേക്ഷിക്കണമേ. ദൈവത്തോട് കൂട്ടായ്മയുടെ മലങ്കരം കോർക്കണമേ. ഈ മരിയൻ ശുശ്രൂഷകളിലൂടെ അനുഗ്രഹം അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കായും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, കൃപ ഇന്ന് ധാരാളം എല്ലാവരിലേക്കും പകരുവാനായിട്ട് വരട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളെ ആരാധനയിലേക്ക്, ഗാനങ്ങളുടെ ആരാധനയിലേക്ക് നയിച്ചതിന് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര മാധുര്യമായ ഒരു അഭിഷേകമാണ് നാവിൽ പകർന്നിരിക്കുന്നത്. അത് ജ്വലിക്കട്ടെ, അനേകരിലേക്ക്, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് ജ്വലിക്കട്ടെ. അത് വലിയ പരിശുദ്ധാത്മ പൂരിതമാവട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവായി ക്രിസ്തുവെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഡൊമിനിക് ബ്രദറെ കൊളോസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കാൻ പോകുന്നത്. ബൈബിൾ ഉള്ളവർ അത് എടുക്കുക, ഇല്ലാത്തവര് ഈ വാക്യങ്ങള് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഇത് മെഡിറ്റേഷന് കാരണമായി തീരട്ടെ. കൊളോസോസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. I think all of you can follow Malayalam, right? കൊളോസോസ് 2:6 മുതൽ. കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. കൊളോസോസ് 2:6 ഞാൻ വായിക്കുന്നത്. കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. കർത്താവായ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ ജീവിക്കുവിൻ, അവനിൽ ജീവിക്കുവിൻ, അവനിൽ ജീവിക്കുവിൻ. എന്നിട്ട് അവനിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് താഴേക്ക് വിശദീകരിക്കുവാണ്. അവനിൽ വേരുറപ്പിക്കപ്പെട്ടു. ആദ്യത്തേതാണ് കർത്താവായ യേശുവിനെ സ്വീകരിച്ചതിനാൽ അവനിൽ ജീവിക്കുക എന്ന് പറയുമ്പോ, ഇനി അവനിലുള്ള ആ ജീവിതം എങ്ങനെയാണെന്ന് വിശദീകരിക്കുക. ഞാൻ ആദ്യം ഇതൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവനിൽ വേരുറപ്പിക്കപ്പെട്ടു. റൂട്ടഡ്, ബീങ് റൂട്ടഡ് ആൻഡ് ബിൽറ്റഡ്. രണ്ടാമത്തേത് വേരുറപ്പിക്കപ്പെട്ടും, രണ്ടാമത്തേത് പണിതുയർത്തപ്പെട്ടു, മൂന്നാമത്തേത് നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചു കൊണ്ട്, നാലാമത്തെ പറയുക അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവീൻ. ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ, കർത്താവായ യേശുവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ. അപ്പൊ ഇത് ആദ്യത്തേത് കൂദാശകളുടെ കവാടമായ ഏറ്റവും പരിശുദ്ധമായ മാമോദീസയുടെ അനുഭവത്തെയാണ് 6-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മാമോദീസയിലൂടെ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ്, ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് റോമാലേഖനം 6-ാം അധ്യായം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നത്. വേണമെങ്കിൽ ആ വാക്യം കൂടെ നമുക്ക് എടുത്ത് വായിക്കാം. മാമോദീസയിൽ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? റോമാലേഖനം 6-ാമത്തെ അധ്യായം, 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ
സോബ്രദർ ആ വാക്യം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കാം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ. കണ്ടോ? അപ്പൊ അവിടെ ചോദിക്കുകയാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ചത് യേശുവിനോട് ഐക്യപ്പെടാനാണ്. അപ്പൊ ജ്ഞാനസ്നാനം വഴിയായി നാം നമ്മിലേക്ക് സ്വീകരിച്ചത് ക്രിസ്തുവിന്റെ ഐക്യത്തെയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതത്തിനുള്ള അവകാശത്തെയാണ് നമ്മൾ സ്വീകരിച്ചതെന്ന് എവിടെ നമ്മൾ വായിച്ചത്? റോമ 6:3. റോമ 6:3 താഴേക്ക് പറയുമ്പോ പറയുകയാണ് 6:4. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോട് മാമോദീസയിലൂടെ എന്നാ സംഭവിച്ചേ? ജ്ഞാനസ്നാനത്തിലൂടെ എന്നാ സംഭവിച്ചേ? ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ട് ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. എക്സാക്ട്ലി. അതാണ് വലിയ രഹസ്യം. അപ്പൊ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോ നമ്മൾ എന്താ ചെയ്തേ? ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു. ചേർന്നെന്ന് പറഞ്ഞ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു. അതാണ് ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെട്ടു. യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്, അബൈഡ് ഇൻ ക്രൈസ്റ്റ്. അതാണ് ഇവിടെ പറയുന്ന വാക്കുകളുടെ അർത്ഥം. അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് ആണ്, യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ് ആണ്, വൺ അക്കോർഡ് വിത്ത് ക്രൈസ്റ്റ് ആണ്. ഇത് സംഭവിച്ചത് എപ്പോഴാണ്? അങ്ങനെയാണ് നമ്മൾ വായിച്ചത്, ജ്ഞാനസ്നാനത്തിലാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇനിയുള്ള ആ കൂദാശ ജീവിതത്തിന്റെ പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് കൊളോസോസുകാരോട് വീണ്ടും പറയുന്നത്. കൊളോസോസ് 2. ഇത് കേൾക്കാതെ പോലെ കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കറിയാം താങ്ക്സ് ഗിവിംഗ് ഡേ ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ എല്ലാവരും അവിടെ ഭയങ്കര തിരക്കിലാണെന്നും ടർക്കിയൊക്കെ ഇറക്കാനൊക്കെ തയ്യാറായിട്ടും ഒക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയെന്ന് എനിക്കറിയാം. ടർക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഇത് കേട്ടിട്ടേ പോകാവുള്ളൂ. ഞാൻ അമേരിക്കയിലായിട്ടുണ്ട് ഈ താങ്ക്സ് ഗിവിംഗ് ഡേയിൽ. സോ ഐ നോ ദ സെലിബ്രേഷൻ, ഇതിന്റെ ആ ഒരു സെലിബ്രേഷൻ ഏതൊക്കെ തലത്തിലാണെന്ന് എനിക്കറിയാം. സോ എന്നാൽ ഈ വാക്യത്തിന്റെ പ്രാധാന്യം കളയരുത്. 2-ാം അധ്യായത്തിന്റെ 6, കൊളോസോസ് 2:6, കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ, രണ്ടാമത് പറയാ അവനിൽ ജീവിക്കുവിൻ. അപ്പൊ കൂദാശ ജീവിതത്തിലൂടെ നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ടിട്ട്, ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെട്ടിട്ട് പിന്നീട് പറയുകയാണ് ഇനി എന്നാ ചെയ്യണ്ടേ എന്ന് പറയുകയാണ്. ഇനി എന്നാ ചെയ്യണ്ടേ? അവനിൽ ജീവിക്കുകയും. ഇനിയുള്ള ജീവൻ അവനിലാണ്. അതാണ് പ്രാധാന്യമായിട്ട് പറയേണ്ടതും മനസ്സിലാക്കേണ്ടത്. കർത്താവായ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞോ ഇനിയുള്ള ജീവിതം അവനിലാണ്, ഇനിയുള്ള ലൈഫ് അവനിലാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുകയും. ആ പദം വളരെ പ്രാധാന്യമുള്ള ഒരു പദമാണ്. അവനിൽ ജീവിക്കുകയും. നിങ്ങളുടെ ഐഡന്റിറ്റി ഇനി അവനിലാണ്. നമ്മൾ ഇനി അവനിലാണ്. ഇനി അവനെ നമ്മിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല. കാരണം ഐക്യപ്പെട്ട് കഴിഞ്ഞു. റോമാലേഖനം 6:4 നമ്മൾ വായിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെട്ട് കഴിഞ്ഞു. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിഞ്ഞിട്ട് we can't separate Christ from us and Christ can't separate us from Christ. നമ്മളെ ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്താനും ക്രിസ്തുവിന് നമ്മെ വേർപെടുത്താനും കഴിയുകയില്ല. ഇൻസെപ്പറബിൾ റിലേഷൻ ആയിട്ട് ഈശോയോട് ഒരുമിച്ചുള്ള ഒരു ജീവിതം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യമേ കണ്ടത്. സ്വീകരിച്ചിരിക്കുന്നതിനാൽ ഇനി അവനിൽ ജീവിക്കുകയും എന്ന് പറഞ്ഞാൽ അവനിൽ മുഴുവനായി മുഴുകുകയും, ഫുള്ളി അവനിലാവുകയും. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. മൊത്തം അവനിലാകുകയും, മുഴുവനായിട്ട് അവനിലാകുകയും. അതാണ് ആ വാക്യത്തിലൂടെ വിശദീകരിക്കാൻ പൗലോസ് ലീഗ് ആഗ്രഹിക്കുന്നത്. ഈ അവനിൽ ജീവിക്കുവീൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ അവനിൽ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അവനിൽ ഉറപ്പിക്കപ്പെട്ടു. അപ്പം നമുക്കിനി അവനിലുള്ള ആ ജീവിതം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അത് ആദ്യമേ പറയുകയാണ് അവനിൽ
വേര് ഉറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് തന്നെ അവനിലാണ്. അവനിലാണ് വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ പദം ഒന്ന് ഹൃദയത്തിൽ എഴുതുക. അവനിലാണ് വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര കാറ്റടിച്ചാലും എന്തൊക്കെ കാറ്റടിച്ചാലും മറിഞ്ഞു പോകാതെ വണ്ണം ഈ ക്രിസ്തുവിൽ നമ്മൾ വേരുറപ്പിക്കപ്പെട്ടിരിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്കറിയാം നിങ്ങൾ അമേരിക്കയിലോ ഏത് രാജ്യത്തിരുന്നാണ് ഈ ശുശ്രൂഷകളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ കൂടെ എത്ര തന്നെ കഠിന പരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കടന്നു പോകേണ്ടി വന്നാൽ, ആക്ഷേപങ്ങളിലൂടെയും അപവാദങ്ങളിലൂടെയും ആരോപണങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളത്തിലേക്ക് വരേണ്ട ഏറ്റവും വലിയ ഉറപ്പ്, ആ ഉറപ്പാണ് ഇന്ന് നമ്മൾ ആദ്യമേ കേൾക്കുന്നത്. ഞാൻ അവനിൽ വേരുറപ്പിക്കപ്പെട്ടവനാണ്. ഞാൻ അവനിൽ ഐ ആം റൂട്ടഡ്, ഐ ആം ഗ്രൗണ്ടഡ്, ഐ ആം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ കർത്താവിൽ വേരുറപ്പിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, കർത്താവിൽ വേരുറപ്പിക്കപ്പെട്ടവനാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞോ, എന്നോട് ചേർന്ന്, കർത്താവിൽ വേരുറപ്പിക്കപ്പെട്ടവനാണ്. കർത്താവിൽ വേരുറപ്പിക്കപ്പെട്ടവനാണ്. വേരുറപ്പിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്നാണ് ഇനി പണിയെല്ലാം നടക്കുന്നത്, അവിടുന്നാണ് ഇനി പണിത് പൊങ്ങുന്നത്, അവിടുന്നാണ് ഇനി എല്ലാം സംഭവിക്കേണ്ടത്. പക്ഷെ ആദ്യമേ പറയുക, ഞാൻ എന്ത് ചെയ്യുക? കർത്താവിൽ വേരുറപ്പിക്കപ്പെട്ടിരിക്കുക. അചഞ്ചലമായിട്ട് ചലിക്കാൻ പറ്റാത്ത വിധം കർത്താവിൽ വേരുറപ്പിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഈ ചോദ്യം ചോദിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് എന്താണ്? ഹല്ലേലൂയ. ഞാൻ nothing can separate us from Christ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിക്കുന്നത് എന്താണ്? ഒന്നിനും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല. റോമ 8:35 വായിക്കാമോ അഡ്മിനിസ്ട്രേറ്റർ? റോമർ 8:35. ഹല്ലേലൂയ. ഇതൊക്കെ എത്ര ആഴമായ വചനങ്ങളാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർ നമ്മളെ വേർപെടുത്തും? ക്ലേശമോ? കണ്ടോ? ഒന്ന് നോക്കിയ വാക്ക് നിർത്തിക്കേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? എന്ത് നമ്മളെ വേർപെടുത്തും? എങ്ങനെ നമ്മളെ വേർപെടുത്തും? ഇപ്പൊ വേർപെടുപ്പാൻ പറ്റാത്ത തരത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുക. പറിച്ചു മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഇതൊക്കെ പറിച്ചു മാറ്റാം, പക്ഷെ ഒന്നിനും പറിച്ചു മാറ്റാൻ പറ്റാത്ത തരത്തില് കണ്ടോ നമ്മളെ ചേർത്ത് വെച്ചിരിക്കുക. അപ്പൊ കർത്താവിലുള്ള ജീവിതം എന്ന് പറയുമ്പോ, ഞാനും ക്രിസ്ത്യാനിയാ, എന്റെ അപ്പനും ക്രിസ്ത്യാനിയായിരുന്നു, ഞങ്ങളെല്ലാം ക്രിസ്ത്യാനികളാ, ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ പോകുന്ന ഒരു ജീവിതം അല്ലിത്. പിന്നെ എന്നാ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ യു ആർ ഇൻസെപ്പറബിൾ, വി ആർ ഇൻസെപ്പറബിൾ ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ നമ്മളെ വേർപെടുത്താൻ പറ്റാത്ത വണ്ണം ചേർത്ത് ഒട്ടിച്ചു വെച്ചേക്കുക. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് ശ്ലീഹ ഇവിടെ ചലഞ്ച് ചെയ്യുകയാണ് 31 മുതൽ. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ആര് വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? 36 വാക്യത്തിൽ ഞാൻ ഒന്നുകൂടെ എഴുതി ചേർക്കുക, കൊറോണയോ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ദിവസം മുഴുവൻ വിധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ ഞങ്ങളെ കരുതപ്പെടുന്നു, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം പൂർണ്ണ വിജയം വരിച്ചിരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുപ്പാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്.
റോമായിട്ട് 39 എത്തുമ്പോ പൗലോസ് ഉത്തുംഗ ശൃംഗത്തിൽ എത്തി, വിശ്വാസത്തിന്റെ ദൃഢമായ ഉറപ്പിൽ എക്സ്ട്രീം ലെവലിൽ എത്തിയിട്ട് പറയാം, nothing can separate me from the love of Christ, no matter what is coming on my way, no matter where I am, no matter who I am, no matter what is the circumstances I'm going through, even nothing can separate me from the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് എന്നെ വേർപെടുത്താൻ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിൽ പണിയപ്പെടുന്നവരെ നിങ്ങൾ അറിയണം. എന്നാ സംഭവിച്ചോട്ടെ, ഇന്നുള്ളത് നാളെ ഇല്ലാതായിക്കോട്ടെ, ഇപ്പൊ നിൽക്കുന്നത് ഒന്നും ഇല്ലാതായിക്കോട്ടെ, ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ പോയിക്കോട്ടെ, വേണ്ടെന്ന് പറഞ്ഞോട്ടെ, പോയവര് വേറെ ജീവിതം തിരഞ്ഞെടുത്തോട്ടെ, എന്നെ തകർന്നുടഞ്ഞോട്ടെ, നിങ്ങളുടേതല്ലാത്ത കുറ്റത്തിൽ നിങ്ങൾ ഏതൊക്കെ തരങ്ങളിലൂടെ കടന്നു പോയിക്കോട്ടെ. ഇത് പറയുമ്പോ ഹല്ലേലൂയ തുള്ളി ചാടി സ്തുതിച്ചോണ്ട് കൊളോസോസ് 2:6 വചനം വായിച്ചോണം. അവനിൽ വേരുറപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൌൺ ടൈമില് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ഞങ്ങൾ ചെലവഴിച്ചത് മലയിലാണ്, ഉയർന്ന സ്ഥലങ്ങളില്ല, മലയിരുന്ന് പ്രാർത്ഥിച്ച. അപ്പൊ ഈ മലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഈ മലയിലുള്ള വൃക്ഷങ്ങളെ ഇങ്ങനെ കർത്താവ് പല പ്രാവശ്യം കാണിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഈ മലയിലുള്ള വൃക്ഷങ്ങള് നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കാറ്റ് അതിന് മൂർത്തി ഭാവത്തില് വെളിപ്പെടുന്ന സ്ഥലമാണ് മലയെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൗണ്ടനിലുള്ള മരങ്ങളെല്ലാം ഭയങ്കര സ്ട്രോങ്, ഭയങ്കര കാതല, ഭയങ്കര അകക്കാമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഭയങ്കര നാട്ടുംപുറത്ത് ഒക്കെ ഉള്ള മരങ്ങളെ അപേക്ഷിച്ച് ഈ മലയിലുള്ള മരങ്ങൾക്ക് ഭയങ്കര കാതല. അപ്പൊ തേക്കായാലും ഈട്ടി ആയാലും മഹാഗണി ആയാലും എല്ലാ മരങ്ങൾക്കും ഭയങ്കര കാതല. അപ്പൊ ഇവിടെ ഒരു മരക്കച്ചവടക്കാരൻ വന്നപ്പോ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, ഇതന്നെ ഈ നാട്ടിലുള്ള മരത്തെക്കാട്ടിലും ഈ കാട്ടിലുള്ള മരത്തിന് ഇത്രയും കാതലുണ്ടാകാൻ കാര്യം എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, കാട്ടിലെ കാറ്റല്ല, നാട്ടിലെ കാറ്റ്. ഹല്ലേലൂയ. അവിടെങ്ങും പ്രതികൂലങ്ങളെ അതിജീവിക്കേണ്ടിയ വലിയ ആവശ്യകതയൊന്നുമില്ല. അതുകൊണ്ടാ ചെറിയൊരു കാറ്റടിക്കുമ്പോഴത്തേന് ഇവരെല്ലാം ചില്ല ഒടിഞ്ഞ് മടങ്ങി താഴെ വീണ് കിടക്കുന്നു, മറിഞ്ഞു പോകുന്നു. എന്നാൽ കാറ്റടിച്ചടിച്ചടിച്ച് ഓരോ കാറ്റും അസ്ഥിവാരം ആഴത്തിലിട്ട് വേരുറപ്പിക്കപ്പെട്ട് അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന വൃക്ഷങ്ങളോട് ചോദിക്കുക. അവര് പറയും, കാറ്റ് ഞങ്ങളെ ആഴത്തിൽ ഇറക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ കാറ്റ് ഞങ്ങളെ തളർത്തിയിട്ടില്ല, തകർത്തിട്ടില്ല. ഇന്ന് ഇത് തന്നെയാണ് വേരുറപ്പിക്കപ്പെട്ട്. എന്റെ സഹോദരങ്ങളെ, ഇതാണ് ആ യേശുവിലുള്ള ജീവിതം. വേരങ്ങോട്ട് ഉറപ്പിക്കപ്പെടുക. കടഭാരമാ മുമ്പിൽ നിൽക്കുന്നേ, എന്തോ ആയിക്കോട്ടെ, കുടുംബ പ്രശ്നമാണ് മുമ്പിൽ നിൽക്കുന്നേ, ഒത്തിരി നാൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇപ്പൊ കൂടെ ഇല്ല, എന്തോ ആയിക്കോട്ടെ, സർക്കംസ്റ്റാൻസ് മാറിപ്പോയിട്ട് അങ്ങ് വേറെ കാര്യങ്ങളാ സംസാരിക്കുക, എന്തോ ആയിക്കോട്ടെ സർക്കംസ്റ്റാൻസ്. ഇത് വേരുറപ്പിക്കപ്പെട്ടവരുടെ ജീവിതമായത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വേരുറപ്പിക്കപ്പെട്ട, എന്നിട്ട് അവിടെ തീരുന്നില്ല. എനിക്കത് മുഴുവനായിട്ട് പറയാൻ ഭയങ്കര ആഗ്രഹമാണ്. നോക്കിക്കേ, അവന് വേരുറപ്പിക്കപ്പെട്ടു. കർത്താവ്, ഞാൻ വായിക്കുന്ന വചനം കൊളോസോസ് 2 എല്ലാരും എടുക്കണേ ആ വാക്യം പ്ലീസ്. കൊളോസോസ് 2:7 ഞാൻ വായിക്കുന്നത്. ഐ ആം താങ്ക്ഫുൾ ടു ഗോഡ്. കാരണം ഇത് നമുക്കിപ്പോ കേൾക്കാൻ പറ്റിയത് വലിയ കാര്യം. ഞാനതായി പറയത്തുള്ളൂ. കാരണം അവനിൽ വേരുറപ്പിക്കപ്പെട്ടു. എന്നതാ ജീവിതം? അതാ പറയുന്നത്, അവനിൽ വേരിറക്കപ്പെട്ടു. എന്നിട്ട് പറയുക, അവനിൽ വേരിറക്കപ്പെട്ടു, പണിതുയർത്തപ്പെട്ടു. അവനിലാണ് വേര്, അവനിലാണ് പണിതുയർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞത്. The place where you are is very safe place. Hallelujah. The most protected and safe placeലാണ് നിങ്ങളായിരിക്കുന്നത്. You are rooted in him and you are built in him. That's why you are unbeatable. Hallelujah. വേരുറപ്പിക്കപ്പെട്ടവർ അവനിൽ പണിതുയർത്തപ്പെടുകയില്ല. അവനിൽ പണിതുയർത്തപ്പെടുന്നവൻ അവനിൽ വേരുറപ്പിക്കപ്പെട്ടവരായിരിക്കത്തില്ല. എന്നാൽ we are called to rooted in him and we are called to built up in him. നമ്മൾ അവനിൽ വേരുറപ്പിക്കപ്പെടുന്നവരും
അവനിൽ പണിതുയർത്തപ്പെടുന്നവരുമാണ്. അതാണ് ആ ചിന്ത. ഹല്ലേലൂയ. നെഞ്ചോട് കൈ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞേ, ഞാൻ ഈശോയിൽ വേരുറപ്പിക്കപ്പെട്ടവനും അവനിൽ പണിതുയർത്തപ്പെട്ടവനുമാണ്. ദാറ്റ് ഈസ് അവർ ഐഡന്റിറ്റി. അതാണ് നമ്മൾ ഇന്ന് പറയേണ്ട നമ്മുടെ വ്യക്തിത്വം. ചേർന്ന് പറഞ്ഞേ, ഞാൻ ഈശോയിൽ വേരുറപ്പിക്കപ്പെട്ടവനും ഞാൻ ഈശോയിൽ വേരുറപ്പിക്കപ്പെട്ടവനും പണിതുയർത്തപ്പെട്ടവനും നിങ്ങൾ. അപ്പൊ ഈ കർത്താവായ യേശുവിനെ കണ്ടില്ലേ? കൊളോസോസ് 2:6 കണ്ടില്ലേ? കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചതിനാൽ അവനിൽ ജീവിക്കുവിൻ. അപ്പൊ അവനിൽ ജീവിക്കുവിൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാ ഈ അവനിലുള്ള ജീവിതം എന്ന്. എന്നാലും പൗലോസ് ശ്ലീഹ നമുക്കത് എക്സാമ്പിൾ തരികയാണ്. അവനിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ബീങ് റൂട്ടഡ് ഇൻ ഹിം, അവനിൽ വേരുറപ്പിക്കപ്പെടുന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. വേറെ എല്ലാത്തരത്തിനും വേര് പറിക്കണം, അവന് മാത്രം വേരിറക്കണം. അതും അവിടുന്നും ഇവിടുന്നും സ്വീകരിച്ചുള്ള ജീവിതമല്ല. അവനിൽ മാത്രം വേരുറപ്പിക്കപ്പെടണം, അവനിൽ നിന്ന് മാത്രം സ്വീകരിക്കണം. ഒരു എക്സ്റ്റേണൽ മിനറലിന്റെ ആവശ്യമില്ല, ഒരു എക്സ്റ്റേണൽ ലവണത്തിന്റെ ആവശ്യമില്ല. അവനിലെല്ലാം ഉണ്ട്. അവനിലെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഞാൻ വാക്യം വായിക്കാതെ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ വാക്യം വായിക്കും. കൊളോസോസ് 2:10. കൊളോസോസ് 2:10 വായിച്ചു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളും പരിച്ഛേദന സ്വീകരിച്ചിരിക്കുന്നു, കൈകളാൽ നിർവഹിക്കപ്പെടുന്നു, പരിച്ഛേദനമല്ല. അല്ലല്ലോ, 3-ാമത്തെ വാക്യം വായിക്കാം സാറേ, എന്നിട്ട് നമുക്ക് താഴോട്ട് വായിക്കാം. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അവനിലാണ് നിങ്ങൾ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ. Wisdom and knowledge. All the fullness of wisdom and knowledge is in him, and you are rooted in him. അവനിലാണ് ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് മറഞ്ഞു കിടക്കുന്നത്. So remember the place where you are. The place where you are grounded and rooted and built up is the place where all the fullness of wisdom and all the fullness of the knowledge of God dwells. ദൈവജ്ഞാനത്തിന്റെ സമ്പൂർണതയും ദൈവ അറിവിന്റെ സമ്പൂർണതയും അവനിലാണുള്ളത്, ക്രിസ്തുവിലാണുള്ളത്. ആ ക്രിസ്തുവിലാണ് നിങ്ങൾ വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ഓ മൈ ഗാഡ്. അപ്പൊ ഈ യാത്ര എങ്ങോട്ടാ? ഈ യാത്ര പൂർണ്ണതയിലേക്ക്. അതാണ് കൊളോസോസ് 2:10. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ എത്തിയപ്പോ പൂർണ്ണതയിൽ എത്തുക. പക്ഷേ തുടങ്ങുന്ന അവിടെ 6-ാം വാക്യത്തിലാണ്. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചതിനാൽ അവനിൽ ജീവിക്കുവിൻ. ജീവിച്ച് അവനിൽ വേരുറപ്പിക്കപ്പെട്ട, അവനിൽ പണിതുയർത്തപ്പെട്ട, അവനിൽ സ്വീകരിച്ച വിശ്വാസ ദൃഢത സ്വീകരിച്ചുകൊണ്ട് അനർഗളമായ കൃതജ്ഞത പ്രകാശത്തിൽ മുഴുകുവി. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ച മലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യങ്ങൾക്കും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനങ്ങളും തത്വചിന്തയിൽ നിന്ന് ആരും നിങ്ങളെ ഇരയാക്കാതെ ശ്രദ്ധിക്കണം. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. കണ്ണ് നിറയുന്ന ഈ വാക്യം വായിച്ചിട്ട് സന്തോഷം കൊണ്ട്. കൊളോസോസ് 2:10 ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ. കൊളോസോസ് 2:9 വായിക്കണ്ടേ അഡ്മിനിസ്ട്രേറ്റർ? എവിടെ? 2:9 വായിക്കും. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. All the fullness of Godhead, ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും
ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ എന്ന് പറയുമ്പോൾ എന്നല്ല, ഇങ്ങോട്ട് നോക്കി. The totality of God. Oh my God. കൈ നിൽക്കത്തില്ല. ഇത് കേട്ടോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ വീട്ടിനകത്തോട്ട് ഇതൊന്നും നിറയും. ഇന്നത്തെ താങ്ക്സ് ഗിവിംഗ് ഡേ ഒക്കെ വേറെ ലെവലായി മാറും. You will start celebrating the real life in Christ. കർത്താവിലുള്ള യഥാർത്ഥ ജീവിതം ആഘോഷിക്കാൻ തുടങ്ങും. വേറെ ലെവലിലായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങും. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിലാണ് മൂർത്തീഭവിച്ചിരിക്കുന്നത്. ആ യൂസേജ് ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷ പഠിച്ചപ്പോ ഈ കൊളോസി ലേഖനം, പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ നമുക്കറിയാം കുയിനെ ഗ്രീക്കിലാണ്. ഗ്രീക്കിലെ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ ഭാഷാശൈലിയാണ് പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം പൗലോസ്ലീഹ അസാധാരണ ജ്ഞാനത്തിന്റെ ഉറവിടമായിരുന്നു. ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഈ ഗ്രീക്കിലെ ഏറ്റവും ഈ ശ്രേഷ്ഠമായ പൗലോസ്ലീഹയുടെ ഉപയോഗങ്ങൾ ഇങ്ങനെ എടുത്തു പഠിക്കുക, യൂസേജുകൾ, ടെർമിനോളജികൾ. അപ്പൊ അത് അന്ന് നമ്മളെ ചലഞ്ച് ചെയ്ത ഒരു ഭയങ്കര ടെർമിനോളജിയാണ് ഈ കൊളോസോസ് 2:9. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ആ മൂർത്തീഭവിച്ചിരിക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആ പദമാണ് ഞാൻ ഈ പറഞ്ഞ ഭയങ്കര ഡെപ്തുള്ള പദം. അതിന്റെ 9 മീനിങ്സ് ആണ് ഈ ഗ്രീക്ക് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. 9 മീനിങ്സ്, 9 അർത്ഥങ്ങളാണ് കൊടുത്തത് ഈ മൂർത്തീഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അത് പറയാൻ പോയി നമ്മൾ മേളിൽ നിന്ന് വരത്തില്ല. എപ്പോഴെങ്കിലും മരിയൻ ടി വിക്കാർ വലിയ മീറ്റിംഗ് ഒക്കെ നടത്തും അല്ലെ, അന്നേരം പറയാം അവനിൽ ജീവിക്കുവിൻ. അപ്പൊ ഞാൻ കൊളോസോസ് 2:6 മടങ്ങി വരികയാണ്. യേശുവിനെ സ്വീകരിച്ചതിനാൽ അവനിൽ ജീവിക്കുവിൻ. എങ്ങനെയായി അവനിൽ ജീവിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. അവനിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവനിൽ ജീവിക്കുവീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവനിൽ വേരുറപ്പിക്കപ്പെടുക എന്നാണ്. അവനിൽ ഉറപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അവനിൽ വേരിറക്കപ്പെടുക എന്നുള്ളത് പോലുമല്ല, അവനിലേക്ക് വേരെത്തുക എന്നുള്ളത് പോലുമല്ല. അവനിൽ വേരുറപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ പോയി ലോക്ക് ആവുക. ഇനി എങ്ങോട്ടും പോകേണ്ടിയ ആവശ്യമില്ലാതെ വണ്ണം അവിടെ പോയി ലോക്ക് ആവുക. ഹല്ലേലൂയ. വേരവിടെ പോയി അതാ വിശദീകരിക്കുന്നത്. വേരവിടെ പോയി ലോക്ക് ആവുക. കാരണം വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. കൊളോസോസ് 2:9 നമ്മൾ കണ്ടു. ഇൻ ഹിം ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഹാഡ് dwelleth in a body form. അവനിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചു. അവനിലാണ് ദൈവത്തിന്റെ സമ്പൂർണത ദേഹരൂപമായി വസിക്കുന്നത്. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. വേറെ ഒരിടത്തും ഇതില്ല. So you are in the right place and you are locked in the right place. അവനിൽ വേരുറപ്പിക്കപ്പെട്ടു. എല്ലാ ഫലപുഷ്ടിയുള്ള ഫലങ്ങൾ കൊണ്ടുള്ള വലിയ ആഘോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ആയിക്കോട്ടെ, സന്തോഷം. അവനിൽ ജീവിക്കുവിൻ, അതാണ് പറയുന്നത്. അവനിൽ ജീവിക്കുവിൻ. അവനിലുള്ള ജീവിതം എങ്ങനെയാ? അവനിൽ വേരുറപ്പിക്കപ്പെട്ടു. രണ്ടാമത്തേത് അവനിൽ പണിതുയർത്തപ്പെട്ടു. അവനിൽ പണിതുയർത്തപ്പെട്ടു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, അവനിൽ പണിതുയർത്തപ്പെട്ടു. അവനിൽ പണിതുയർത്തപ്പെട്ടു. അവനിൽ പണിതുയർത്തപ്പെട്ടു. അവനിൽ പണിതുയർത്തപ്പെട്ടു. ഇത് എഫെസോസിന്ന് വായിച്ച് വരട്ടെ. എഫെസോസിന്ന് വായിച്ച് വരണം, എന്നാലേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. 2:20. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ 20ാമത്തെ വാക്യം, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിൽ അത് പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. ആ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. വായിച്ചോ, ഗ്രേസ് മോളല്ലേ വായിക്കുന്നത്? അതെ, പരിശുദ്ധാത്മാവിൽ
പരിശുദ്ധാത്മാവിൽ ഇരുപതാമത്തെ വാക്യം. ആ അടിത്തറയുടെ മൂലക്കല്ല്. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ പരിശുദ്ധ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളർന്നുകൊണ്ടിരിക്കുന്ന, ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന 4 ചിന്തയാ. 1 വളർന്നുകൊണ്ടിരിക്കുന്ന, 2 ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, 3 ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന, 4 അപ്പോസ്തോലന്മാർ അടിസ്ഥാനമായിരിക്കുന്ന. പറയും ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന, അല്ലെ? അങ്ങനെ വായിച്ചു തുടങ്ങി. വളർന്നുകൊണ്ടിരിക്കുന്ന, പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന, നമ്മള് അങ്ങനെയാ തുടങ്ങുന്നത്. ഒന്നുകൂടെ ആയെന്നിട്ട് പറയാണ്, ശ്രദ്ധിച്ചോണം. 4 വിരൽ മടക്കിക്കോണം. വിരലെല്ലാവർക്കും ഉണ്ടല്ലോ, അല്ലെ? മടക്കിക്കോണം. ഇതിനായി 5 ഒക്കെ തന്നേക്കുന്നത്. 1 വളർന്നുകൊണ്ടിരിക്കുന്ന, 2 സമുന്നയിക്കപ്പെട്ടിരിക്കുന്ന, 3 മൂലക്കല്ലായി ക്രിസ്തുവുള്ള, 4 അപ്പോസ്തോലന്മാർ അടിസ്ഥാനമായിട്ടുള്ള. മേളിൽ നിന്ന് തുടങ്ങിയാല് അപ്പോസ്തോലന്മാർ എന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തു മൂലക്കല്ലായിട്ട് ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന, ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് ഞാനും നിങ്ങളും. ആരുടെ കാര്യമായി പറയുന്നത്? നമ്മുടെ കാര്യമായി പറയുന്നത്. എന്റെ കാര്യമായി പറയുന്നത്. ഞാൻ ആരാണ്? ഞാൻ കർത്താവായ യേശുവിനെ സ്വീകരിച്ചു. കർത്താവിൽ ജീവിതം തുടങ്ങി, അല്ലെ? ഈശോയെ സ്വീകരിച്ചത് എങ്ങനെയായിരുന്നു? അനുദിനം ഈശോയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതെങ്ങനെയാണ്? ആ ജീവിതം എങ്ങനെയാ? അത് പറയുകയാണ്. അത് നിരന്തരം പണിതുയർത്തപ്പെടുന്നതാണ്. 2 ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നതാണ്. 3 ക്രിസ്തു മൂലക്കല്ലായതാണ്. 4 അപ്പോസ്തോലന്മാർ എന്ന അടിത്തറമേലുള്ളതാണ്. അപ്പൊ സഭയെന്ന് പറയുമ്പോൾ ഇതാണ്. സഭയെന്ന് പറയുമ്പോൾ ഇതാ കാണേണ്ടത്. അല്ല സഭയെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു ബിൽഡിംഗ് എന്നുള്ള അർത്ഥത്തിൽ ഉപരി ഇതാ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. എന്താ മനസ്സിലേക്ക് വരേണ്ടത്? വളർന്നുകൊണ്ടിരിക്കുന്ന, ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന അപ്പോസ്തോലന്മാർ അടിസ്ഥാനമായി കെട്ടിടം. ആ കെട്ടിടമാണ് നിങ്ങൾ ഞാൻ. ഇതാണ് ഇവിടെ പറയുന്നത്. എവിടെ? കൊളോസോസ്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കൊളോസ് ലേഖനം പഠിച്ച എഫേസ് ലേഖനം പഠിക്കാൻ എളുപ്പമാണ്. എഫേസ് ലേഖനം പഠിച്ച കൊളോസ് ലേഖനം പഠിക്കാൻ എളുപ്പമാണ്. കാരണം കൊളോസ് ലേഖനം തലയാണെങ്കിൽ എഫേസ് ലേഖനം ശരീരമാണ്. ഞാൻ ആരോടാ പറയുന്നത്? ആരും കേൾക്കുന്നില്ല. അവനിൽ ജീവിക്കുവിൻ, അവനിൽ വേരുറപ്പിക്കപ്പെട്ടു, പണിതുയർത്തപ്പെട്ടു. കൊളോസോസ് 2:7 പണിതുയർത്തപ്പെട്ടു. പണിതുയർത്തപ്പെട്ടു എന്ന് പറയുന്നതായി വായിച്ച്. എങ്ങനെയാ പണിതുയർത്തപ്പെടുന്നത്? കെട്ടിടം. എങ്ങനെയാ പണിതുയർത്തപ്പെടുന്നത്? കെട്ടിടം. എങ്ങനെയാ കെട്ടിടം? കെട്ടിടത്തിന്റെ മൂലക്കല്ല് ക്രിസ്തുവാ. മേളിക്കല്ല് അപ്പോസ്തലന്മാരാ. സമന്വയിക്കപ്പെട്ടിരിക്കുക. എങ്ങനെ? കല്ലുകൾ, ജീവനുള്ള കല്ലുകളായിട്ട് നമ്മൾ സമന്വയിക്കപ്പെട്ടിരിക്കുക. എവിടെ? ഈ കല്ലിന്റെ മേളില്. അവിടെയാണ് ഈ അപ്പോസ്തോലിക് സക്സഷൻ പ്രാധാന്യം വരുന്നത്. എനിക്ക് ഏത് സഭയിലും പോകാൻ പറ്റില്ല. സഭയെന്ന് പേരുള്ള എല്ലാത്തിലും പോകാൻ പറ്റില്ല. എല്ലാം സഭയല്ല. എനിക്കൊരു ആവേശം തോന്നി, എനിക്ക് ഒരു പിന്തുടർച്ച ഇല്ലാതെ എനിക്ക് തുടങ്ങാൻ പറ്റുന്നതല്ല സഭ. സഭയ്ക്ക് അപ്പോസ്തോലിക അടിസ്ഥാനമുണ്ട്. 2000 വർഷത്തെ ഇടമുറിയാത്ത അപ്പോസ്തോലികമായ ശ്ലൈഹികമായ. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് പറയുമ്പോൾ ശ്ലൈഹികവും അപ്പോസ്തോലികവും കാതോലികവുമായ അത് വിശദീകരിക്കുന്നത് സഭ എന്ന് പറയുന്നത്. ഇത് അതിനകത്താണ് നമ്മൾ പണിയപ്പെടുന്നത്, അതിനകത്താണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ടാണ് കൊളോസോസ് 2:7 പറയുന്നത്, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും. അവനിലാണ് പണിതുയർത്തപ്പെടുന്നത്. അവനിലാണ് പണിതുയർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്നാ? ഓരോ കല്ലും അവനിലാണ് പണിതുയർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കല്ല് പോലും പറഞ്ഞു പോകാതിരിക്കുന്നത് അവനിലായതുകൊണ്ടാണ്. അവനിൽ പണിതുയർത്തപ്പെട്ടും
നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചു. Amen. Stand firm in the faith. അതാണ് പറയുന്നത്. നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തില് ദൃഢത, ഉറപ്പ്, സ്വീകരിച്ച വിശ്വാസം അചഞ്ചലമാകാൻ ഇളകരുത്. എന്നേലും വരുമ്പം നിങ്ങളുടെ വിശ്വാസം ഇളകരുത്. അപ്പം ഈ കൊളോസോസ് 2:6 പറയുന്ന കർത്താവായ യേശുവിനെ സ്വീകരിച്ചതല്ല, അവനിൽ ജീവിക്കുവിൻ എന്ന് പറയുന്ന അവനിലുള്ള ജീവിതം എങ്ങനെയാണ്? ഇങ്ങോട്ട് നോക്കാം. അവനിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവനിൽ വേരുറപ്പിക്കപ്പെട്ട ജീവിതമാണ്. രണ്ടാമത്തത്, അവനിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവനിൽ പടുതുയർത്തപ്പെടുന്ന ജീവിതമാണ്. മൂന്നാമത്തത്, അവനുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ച ജീവിതം. Hallelujah. വിശ്വാസത്തിൽ ക്ഷീണിക്കുന്ന ജീവിതമല്ല, വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുന്ന ജീവിതം. അതിന്റെ അർത്ഥം എന്താ? വിശ്വാസം കേൾവിയാല വരുന്നത്. അനുദിന കേൾവിയാല് വിശ്വാസത്തില് ഭയങ്കരമായ ദൃഢത പ്രാപിക്കുന്ന ജീവിതമാണ് അവനിലുള്ള ജീവിതം. എന്റെ സഹോദരങ്ങളെ, ഈ ലൈഫിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കണ്ടോ? അവനിൽ വേരുറപ്പിക്കപ്പെട്ടും ഞാനിത് പല പ്രാവശ്യം വായിക്കുന്നത് കൊളോസോസ് 2:7. നിങ്ങളിത് കേൾക്കണം, അനേകരെ കേൾപ്പിക്കണം. ഇത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണം. ഇത് ഒത്തിരി പേര് ഇത് കേൾക്കണം. എന്നാ ജീവിതത്തിലാണ് വന്നിരിക്കുന്നത്. എന്നേലും കേൾക്കുന്ന ഉടനെ, ആരെങ്കിലും എന്നേലും പറയുന്ന ഉടനെ വാലും ചുരുട്ടി കട്ടിലിനടി കയറേണ്ട ജീവിതം അല്ലിത്. ചലഞ്ച് ചെയ്ത് പ്രതിരോധിച്ച് ജയാളിയായി മുന്നോട്ട് പോകേണ്ട ജീവിതമായത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം തന്നിരിക്കുന്നത്? ആ ജീവിതത്തിന്റെ അടിസ്ഥാനവും ആരംഭവും അടിസ്ഥാനവും എല്ലാം ക്രിസ്തുവാണ്. അതാ ഇവിടെ വായിക്കുന്നത്. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് ഇനി അടുത്തത് കൂടെ പറയാൻ പോയ കഴിഞ്ഞാല് അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവി. താങ്ക്സ്ഗിവിംഗ്. അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവി. നമ്മൾ പറയത്തില്ലേ, അവിടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു, അനർഗളം നിർഗളം പ്രവഹിക്കുന്ന ജലധാര എന്നൊക്കെ പറയത്തില്ലേ. ഈ അനർഗളം എന്ന് പറയുന്നത് തന്നെ being filled with thanksgiving. English on the വായിക്കാമോ ഡോക്ടർ? Colossians 2:7. Okay. Rooted and built up in him and established in the faith, just as you were taught, abounding in thanksgiving. Amen. Abounding in thanksgiving. Just as you are taught, abounding in thanksgiving. Rooted in Christ, builded up in Christ, then abounded. Thanksgiving in അത്തോട്ട് അതിലേക്ക് വന്നിരിക്കുന്നല്ലേ. Hallelujah. അമേരിക്ക വന്നതിന് താങ്ക്സ്ഗിവിംഗ് ഉണ്ടല്ലേ. അമേരിക്ക കണ്ടെത്തിയതിന്റെ താങ്ക്സ്ഗിവിംഗ് ഉണ്ടല്ലേ. അല്ലെ, അമേരിക്ക വന്നതിന്റെ താങ്ക്സ്ഗിവിംഗ് ഉണ്ടല്ലേ. കർത്താവിലായതിന്റെ താങ്ക്സ്ഗിവിംഗ് എപ്പോഴാ? കർത്താവിൽ വന്നതിന്റെ താങ്ക്സ്ഗിവിംഗ് എപ്പോഴാ? കർത്താവിൽ ചലിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതിന്റെ താങ്ക്സ്ഗിവിംഗ് എങ്ങനെയാ? വി മൂവ് ആൻഡ് വി ലീവ് ആൻഡ് വി ബീയിങ് ഇൻ ഹിം. അതിന്റെ താങ്ക്സ്ഗിവിംഗ് എപ്പോഴാ? അതാ ഇവിടെ വായിക്കുന്നത്. കൊളോസോസ് 2:7. സ്വീകരിച്ച വിശ്വാസ ദൃഢത അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവി. അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവി. അപ്പൊ കർത്താവിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് 4 സ്റ്റെപ്പാണ്. കർത്താവിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് 4 സ്റ്റെപ്പാണ്. 1, അവനിൽ വേരുറപ്പിച്ച്. 2, പറഞ്ഞു, പണിയപ്പെട്ടു. അവനിൽ പണിയപ്പെട്ട്. 3, വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ച്. 4, അനർഗളമായ കൃതജ്ഞതാപ്രകാശത്തിൽ മുഴുകുവിൻ. അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവിൻ. ഇതാണ് അവനുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വായി തുറന്നാൽ നന്ദി പറയുകയും താങ്ക്സ്ഗിവിംഗ് നടത്തുകയും. കർത്താവേ നന്ദി,
ഏതാ പ്രാർത്ഥന? ഏറ്റവും വലിയ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞു, താങ്ക്സ് ഗിവിംഗ്. Give thanks because is given Jesus Christ. And now let the weak say, I am strong. Let the poor say, I am rich because of what the Lord has done for for us. us. Give thanks. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. And now let the weak say, I am strong. Let the poor say, I am rich because of what the Lord has done for us. And now let the weak say, I am strong. Let the poor say, I am rich because of what the Lord has done for us. Give thanks. അതിന്റെ മലയാളം വേർഷൻ ഉണ്ട്. സ്തുതിക്കാം നമ്മൾ നന്ദിയായി, സ്തുതിക്കാം പരിശുദ്ധനെ, സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ, സ്തുതിക്കാം സ്തുതിക്കാം നമ്മൾ നന്ദിയായി, സ്തുതിക്കാം പരിശുദ്ധനെ, സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ, സ്തുതിക്കാം. ആയതാ ദുർബലൻ ഞാൻ ബലവാനായി, സാധു ഞാനും ധന്യനായി, യേശു ക്രിസ്തു ആയതാ ദുർബലൻ ഞാൻ ബലവാനായി, സാധു ഞാനും ധന്യനായി, യേശു ക്രിസ്തു ആയതാ മേൽ പറയട്ടെ, ഞാൻ ബലവാനായി മാറി. Hallelujah. Praise the Lord. ആ റിയൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ആണ് അത്. വീക്ക് പറയട്ടെ ഞാൻ സ്ട്രോങ് ആണ്, പൂർവ്വം പറയട്ടെ ഞാൻ റിച്ച് ആണ്. കാരണം ഹി ഫൗണ്ട് ദ റിച്ചസ് ഇൻ ക്രൈസ്റ്റ്. ദ റിയൽ ട്രഷർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞവൻ പറയാണ്, ഇൻ ഹിം ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് ഡ്വെൽസ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്നേ. ഇനി എനിക്ക് എന്നാ ഇതിന്റെ മേളിൽ വേണ്ടേ? ഓ ഹല്ലേലൂയ, ഓ താങ്ക് യു ജീസസ്. ഈ താങ്ക്സ് ഗിവിംഗ് ഡേയിലേക്ക് നിങ്ങൾ വരുമ്പോ, ഈ ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ പരിപാടികളെല്ലാം ടൈം സോണിന് പുറത്താണ്. എങ്ങനെ ഡോക്ടർ അത് പറയുന്നത്? God is above time zone because he is the beginning and he is the end.
So he has gone before you into your tomorrows and prepared everything ahead of you. And now he's with you, seeing that you make it. എക്സാക്ട്ലി. അപ്പം കൊളോസ്സോസ് 2:6 അവനിൽ വേരുറപ്പിക്കപ്പെട്ടു, അവനിൽ പണിതുയർത്തപ്പെട്ടു, നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുകയും. അപ്പൊ ഈ പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. അതായത് ദിസ് ഇസ് ഓൾ കണക്റ്റഡ്. അതുകൂടെ പറയാനായിട്ട് സമയം കിട്ടുമെന്ന് തോന്നുന്നു. ഈ ബീയിങ് റൂട്ടഡ് ഇൻ ഹിം ആൻഡ് ബീയിങ് ബിൽഡഡ് അപ്പ് ഇൻ ഹിം, then we are able to be strong in our faith and we will be able to give thanks to the Lord. അതാണ് ആ പോയിന്റ്. അപ്പം അവനിൽ വേരുറപ്പിക്കപ്പെടാതെ, അവനിൽ പണിതുയർത്തപ്പെടാതെ, ഈ വിശ്വാസത്തിന്റെ ദൃഢത ഉള്ളിൽ വരാതെ ഈ അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിന് നമുക്ക് കഴിയുകയില്ല. അതല്ലാതെ നമ്മളിപ്പോ ആൾക്കാരെ നമുക്ക് താങ്ക്സ് ഗിവിംഗ് നടത്താം, നമുക്ക് കർത്താവിന് താങ്ക്സ് ഗിവിംഗ് നടത്താം എന്ന് പറയുമ്പോ അവര് ചോദിക്കും, എന്നാത്തിനാ? മോളുടെ കല്യാണം ആയിട്ടില്ലല്ലോ. മനസ്സിലായോ? വീടിന്റെ മോർഗേജ് തീർന്നിട്ടില്ലല്ലോ, ജോലി ആ സ്ഥലത്തത് പോകുന്ന ഉറപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ, സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ലല്ലോ. അവിടെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇവിടെ ആയിരുന്നു ഞാൻ വല്ല പശുവിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പശുവിന്റെ അകിടിന്റെ നീര് മാറിയിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെങ്കിൽ അവിടെയും പ്രശ്നങ്ങളാണ് നോക്കി. അപ്പം നമ്മൾ ചോദിക്കുന്നത് why we should give thanks to the Lord? Because സാഹചര്യങ്ങളൊക്കെ സെയിം ആണല്ലോ. അവൻ ഇപ്പോഴും ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ലല്ലോ. എന്റെ മോനെ, അവന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവൻ ഞാൻ പറയുന്ന അനുസരിച്ച് തന്നിഷ്ടക്കാരനായിട്ട് നടക്കുകയാണല്ലോ. എന്റെ ബ്രദർ, ഇവിടുത്തെ പിള്ളേരുടെ കാര്യം അറിയാം. വലിയ പാടാ ഒരു പ്രായം കഴിഞ്ഞ്. ആണോ? നമുക്ക് നിങ്ങളെ തല്ലാൻ പോലും പറ്റില്ല അല്ലേ? ആണല്ലേ? ഇതിനെയൊക്കെ നോക്കിയിട്ട് എങ്ങനെ നമ്മൾ താങ്ക്സ് ഗിവിംഗ് നടത്താനാണ്? അതുകൊണ്ട് രാവിലെ ഇറങ്ങി പോയിട്ടുണ്ട്. എപ്പോഴാ വരുന്നതെന്ന് ഇനി അറിയത്തില്ല, എങ്ങനെയാ വരുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇവിടെയാണ് താങ്ക്സ് ഗിവിങ്ങിന് പുറത്തുനിന്ന് ഒരു റീസൺ വേണ്ട. എന്നോട് പിണങ്ങിയോ? സത്യം ഇതാണ്. താങ്ക്സ് ഗിവിങ്ങിന് പുറത്തുനിന്ന് റീസൺ വേണ്ടി വരുന്ന എപ്പോഴാണെന്നറിയോ? അവനിൽ വേരുറപ്പിക്കപ്പെടാത്തപ്പോഴും, അവനിൽ പണിതുയർത്തപ്പെടാത്തപ്പോഴും, അവനിൽ ദൃഢമായ വിശ്വാസത്തിന്റെ ദൃഢത കിട്ടാത്തപ്പോഴുമാണ് പുറത്തുനിന്ന് ഒരു റീസൺ വേണ്ടിയത് താങ്ക്സ് ഗിവിങ്ങിന്. ഈ ക്രൈസ്റ്റിൽ വേരുറപ്പിക്കപ്പെട്ടവന്, ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുന്നവന് വേറെ ഒരു അവനിൽ വേരുറപ്പിക്കപ്പെട്ടവനും അവനിൽ പണിതുയർത്തപ്പെടുന്നവനും താങ്ക്സ് ഗിവിങ്ങിന് വേറെ ഒന്നും പുറത്തുനിന്ന് വേണ്ടെന്നേ. അവന് താങ്ക്സ് ഗിവിങ്ങിന്റെ റീസൺ മുഴുവൻ ഇൻ ക്രൈസ്റ്റിലായെന്നുള്ളതാണ്. In Christ is the reason for the thanksgiving. There is no other external reason for the thanksgiving. No matter what circumstances you are going through, you have a reason for thanksgiving. That is, you are in Christ. Hallelujah. നമ്മൾ കർത്താവിലാണെന്നുള്ള, കാരണം അവിടുന്ന് ഇത് വരുന്ന മുഴുവൻ. നമ്മൾ ഇന്നലെ സൂം ലൈവ് ചെയ്തപ്പോ അത് പറഞ്ഞായിരുന്നു ഡോക്ടറെ. അതായത് താങ്ക്സ് ഗിവിംഗ് മുഴുവൻ വരുന്നത് ഇൻ ക്രൈസ്റ്റ്. കാരണം യേശു ഭൂമി വന്നിട്ട് നമുക്ക് നന്ദി പറഞ്ഞ് കാണിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഇന്നലെ രാത്രി വായിക്കുകയായിരുന്നു ഡോക്ടറെ. അതായത് ഈവൻ ദി കപ്പ്, അല്ലെ, ആ കപ്പ് എന്നിൽ നിന്ന്, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും ജീസസിന്റെ കയ്യിൽ ആ കപ്പിരിക്കുക. അതാണ് ആ പിക്ചർ. അപ്പം ഡാനിയൽ അച്ഛന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു 3 കപ്സിന്റെ ഒരു ടോക്ക് ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പിക്ചർ മനസ്സിലാവും. അത് ശരിക്കും സ്കോട്ട് ഹാൻ ഒക്കെ വിശദീകരിച്ചിരിക്കുന്ന ഒരു വണ്ടർഫുൾ ടോക്കാണത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ അത് കേൾക്കണം. അപ്പം കപ്പ് എടുക്കുക. അപ്പൊ ഈ കപ്പിന്റെ സീക്രട്ട് എന്താ അറിയോ? നമുക്കറിയാം പാസ് ഓവറില്, ഓൾഡ് ടെസ്റ്റ്മെന്റ് കോണ്ടെക്സ്റ്റില് ഈ താങ്ക്സ് ഗിവിംഗ് ഉണ്ട്. ശരിക്കും പാസ് ഓവർ എന്ന് പറയുന്നത് തന്നെ താങ്ക്സ് ഗിവിംഗ് ആണ്. പാസ് ഓവർ ഞങ്ങളെ വിട്ട് കടന്നുപോയി. എന്ത് കടന്നുപോയി? മിസ്രൈമിൽ കൊന്ന സംഹാരകൻ ഞങ്ങളെ വിട്ട് പാസ് ഓവർ, ഞങ്ങളെ വിട്ട് പാസ് ഓവർ ആയി.
അതുകൊണ്ട് അവര് പെസഹ എന്ന് വിളിക്കുന്നത്, അല്ലെ പാസ് ഓവർ എന്ന് വിളിക്കുന്നത്. വൈ ദേ സെലിബ്രേറ്റ് പാസ് ഓവർ? ബിക്കോസ് ഓഫ് ദിസ് എക്സ്പീരിയൻസ്. ആ അതേ അനുഭവമാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ പാസ് ഓവറില് there is a cup to lift and give thanks to the Lord. അപ്പൊ കപ്പെടുത്ത് ദൈവത്തെ നന്ദി പറയുന്ന രീതിയുണ്ട്. അതേ രീതിയാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ വന്നിട്ട് കർത്താവ് കപ്പെടുത്തിട്ട് കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് തൃക്കരങ്ങളിൽ അപ്പമെടുത്തുയർത്തി, കൊരിന്ത്യർ ലേഖനത്തിലെ വായനയാണ്, കൃതജ്ഞതാ പ്രകാശനം നടത്തിയ അനന്തരം, കൃതജ്ഞത അർപ്പിച്ച അനന്തരം, അപ്പൊ അവിടെ താങ്ക്സ് ഗിവിംഗ് നടത്തുക. താങ്ക്സ് ഗിവിംഗ് നടത്തിയ അനന്തരം എന്ത് ചെയ്യുക? ത്രൂ ദ താങ്ക്സ് ഗിവിംഗ് ജീസസ് ഈസ് ഡൂയിങ് വാട്ട് വി ഹാവ് ടു ഡു ടുഡേ. ആമേൻ. കപ്പെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി പകർന്ന് ശിഷ്യർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കായുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായത് ചൊല്ലി. അപ്പൊ അവിടെയാണ് ഇതേ കപ്പ് തന്നെ ജീസസിന്റെ കയ്യിലുണ്ട്. എവിടെ? ഓൺ ദ ക്രോസ്. 3 പ്രാവശ്യം ആ ദിവസത്തിൽ തന്നെ അത് നമ്മൾ കാണാൻ കഴിയും. ഒന്ന് പാസ് ഓവർ നൈറ്റിലെ ആ പാസ് ഓവർ എക്സ്പീരിയൻസ് ശിഷ്യന്മാരുമായിട്ടുള്ളത്. രണ്ടാമത്തേതാണ് നമ്മൾ കാണുന്നത്, കർത്താവ് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണേ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഒരു പാനപാത്രം ഉണ്ട്. മൂന്നാമത്തേതാണ് അവിടെ അവൻ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖ. അപ്പൊ ആ 3 കോണ്ടെക്സ്റ്റിലൂടെ വേണം ഇതിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോഴിതാ ഈ കോണ്ടെക്സ്റ്റ് വരുമ്പോഴും പാനപാത്രം കയ്യിലെടുത്ത് കർത്താവ് കൃതജ്ഞത അർപ്പിക്കുക. കഴിയുമെങ്കിൽ ഇത് എന്റെ കയ്യിൽ നീക്കണേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുക. ഈ ജീസസ് നമ്മളെ കാണിച്ച ഒരു ജീവിതം എന്നാണെന്നറിയോ? എല്ലാ കാര്യത്തിനും സ്തോത്രം പറയുന്ന ഒരു ജീവിതമാണ്. ഈവൻ ഇൻ ദ ക്രോസ്, ഈവൻ ഓൺ ദ ക്രോസ്, ഹി വാസ് ഗിവിംഗ് താങ്ക്സ് ടു ദ ഫാദർ. ആമേൻ. Praying for others means giving thanks to the Father. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് താങ്ക്സ് ഗിവിംഗ്. സോ ദ പവർ ഓഫ് താങ്ക്സ് ഗിവിംഗ്. ഞാൻ പറയട്ടെ, ഏറ്റവും ശക്തമായ പ്രാർത്ഥന എന്നതാന്ന് ചോദിച്ചാൽ, ഏറ്റവും ശക്തമായ പ്രാർത്ഥന കൃതജ്ഞതാ ബലി അർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ്. ആമേൻ. കൃതജ്ഞതാ ബലി അർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന. അതിനപ്പുറത്ത് വേറൊരു പ്രാർത്ഥനയില്ല. നിങ്ങൾക്ക് മറുപടി കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെന്ന് ഇരിക്കട്ടെ, പ്രാർത്ഥിച്ച് മടുത്ത ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഇന്ന് ഞാൻ ആവർത്തിച്ച് പറയും, ആ വിഷയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കൃതജ്ഞതാ ബലി ഒന്ന് അർപ്പിച്ചു നോക്കി. ബലിയർപ്പണത്തിൽ ആ വിഷയത്തെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നോക്കി, കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് അധരം തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ഞാൻ ഉറപ്പ് പറയുകയാണ്, ഈ അനർഗളം പ്രവഹിക്കുന്ന ആ കൃതജ്ഞതാ അർപ്പണത്തില് വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കാണാൻ ഇടവരും. കാരണം കർത്താവിലുള്ള ജീവിതം അതാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, നമുക്ക് വേറെ ഒരു റീസണും താങ്ക്സ് ഗിവിങ്ങിന് വേണ്ട. ഹല്ലേലൂയ. We have one single reason for thanksgiving forever and ever. That is, we are in Christ. Amen. That's the place where all the fullness of Godhead dwells. That's the place where all the wisdom and knowledge being hidden. ദൈവത്തിന്റെ സർവജ്ഞാനവും ദൈവത്തിന്റെ സർവ അറിവും മറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ക്രിസ്തു. Amen. ആ മുഴുകുവിൽ എന്ന് പറയുമ്പോൾ ബ്രദറെ, you give thanks until you become thanks. ആ മുഴുക എന്നുള്ള ആ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ, യു ഗിവ് താങ്ക്സ് അണ്ടിൽ യു ബിക്കം താങ്ക്സ്. അതെ, നന്ദി പറയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. നന്ദി പറഞ്ഞ് ആരംഭിച്ച് നന്ദിയിൽ തുടർന്ന് നന്ദിയിൽ അവസാനിക്കുക, അതാണ് അല്ലേ? ഹല്ലേലൂയ. കാരണം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണ്. ശരിക്കും അതാണ്. അതായത് later you will become a reason for thanksgiving. Yes. അതാണ് ഉദ്ദേശിച്ചത്. In and through you. നമ്മിലൂടെ അത് ഭയങ്കരമാണ് ആ ജീവിതം. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഓ മൈ ഗാഡ്, ഇത് പറയുമ്പോൾ തന്നെ ആ ഒരു വലിയ ചൈതന്യം എന്ന് എല്ലാവരിലേക്കും വ്യാപിക്കട്ടെ. ഇത് അനർഗളം അങ്ങനെയാ വായിക്കുന്നത്. ഞാൻ വായിക്കാം, കൊളോസോസ് 2 വായിക്കാമേ, അത് ഇനിയും വായിക്കാം. എന്നിട്ട്
അതിന്റെ താഴെയുള്ള ആ കോണ്ടെക്സ്റ്റോട് നമുക്ക് പറയാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നു. കൊളോസ്യോസ് 2:7 ഞാൻ വായിക്കുന്നത്, ഒന്നുകൂടെ വായിക്കാമേ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവിൻ. അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവിൻ. എന്നിട്ട് പറയാണ് ക്രിസ്തുവിനെ യോജിക്കാത്തതും. അപ്പം what is acceptable for Christ, what is not acceptable for Christ, ആ സെപ്പറേഷൻ വരികയാണ് എവിടെ? When you are rooted in him, when you are growing in him, when you are built in him, when you are rooted in him, when you are firm in your faith, when you are giving thanks to the Lord in faith, you will be seeing the difference, what is in Christ and what is not in Christ. ആ ഡിഫറൻസ് വരിക. ക്രിസ്തുവിന് what is not acceptable to Christ, what is acceptable in Christ. എന്നാ ക്രിസ്തുവിനെ യോജിക്കുന്നത്, എന്നാ ക്രിസ്തുവിനെ യോജിക്കാതെ, ആ സെപ്പറേഷൻ അവിടെ വരിക. ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യങ്ങൾക്കും മാത്രം ചേരുന്നതുമായ വ്യർത്ഥ പ്രലോഭനങ്ങളിൽ നിന്നും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനൊരു നോസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് ആ കോണ്ടെക്സ്റ്റിലാണ് ആ കാര്യം പറയുന്നത്. നമുക്കറിയാം, നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ജ്ഞാനവാദമാണ്. നോസ്റ്റിസിസംകാരോടാണ് കൊളോസ് ലേഖനം എഴുതുന്നത്. നോസ്റ്റിസിസത്തിനെതിരെയാണ്. കൊളോസ് ലേഖനവും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും നോസ്റ്റിസിസത്തിനെതിരെ എഴുതുന്നതാണ്. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ തത്വജ്ഞാനം, ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. നമുക്കറിയാം, അത് അറിയത്തില്ല എത്രത്തോളം ഇത് പറഞ്ഞാൽ ഇപ്പം ദഹിക്കുമെന്ന്. കോണ്ടെക്സ്റ്റ് ഉണ്ട് അതിന്. ഒരു നോസ്റ്റിക് കോണ്ടെക്സ്റ്റ് ആണ്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്താ? ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യങ്ങൾക്കും മാത്രം ചേരുന്ന വ്യർത്ഥ പ്രലോഭനങ്ങളിൽ നിന്നും തത്വചിന്തയിൽ നിന്നും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവിടെ വിശ്വാസികളെ ഇതിനെ ഇരയാക്കും. ഏതിനാ? മാനുഷിക പാരമ്പര്യങ്ങൾക്കും വ്രത പ്രലോഭനങ്ങൾക്കും തത്വചിന്തയ്ക്കും, ഫിലോസഫിക്കൽ തോട്ട്സിന് നമ്മൾ എന്ത് ചെയ്യും? ബൈബിൾ സൊസൈറ്റി ബൈബിളിന്റെ വാക്യം ഒന്ന് വായിക്കാം. അത് കുറച്ചുകൂടെ 8ാമത്തെ വാക്യം. തത്വജ്ഞാനവും ഇത് പണ്ട് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതല്ല. അവനിൽ വേരൂന്നിയും ആത്മീയ വർദ്ധനവ് പ്രാപിച്ചും നിങ്ങളുടെ വിശ്വാസത്തിന് ഉപദേശിച്ചു വന്ന ഒത്തവണ്ണം സ്തോത്രത്തിൽ കവിഞ്ഞു വരുമേ. തത്വജ്ഞാനവും വെറും വഞ്ചനയുടെ വാക്കുകൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു. നോക്കി, തത്വജ്ഞാനവും വെറും വഞ്ചനയുടെ വാക്കും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. അത് നോക്കി, അത് ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് ഒത്തവണ്ണവും ക്രിസ്തുവിൽ നിന്നും ലോകത്തിന്റെ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണവും ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് ഒത്തവണ്ണമുള്ളോ അല്ലാതെ ക്രിസ്തുവിൽ നിന്നുള്ളവയല്ല. അത് ക്രിസ്തുവിൽ നിന്നുള്ളവയല്ല. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലായി സംസാരിക്കും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് പോയത് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ റെലവെന്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് വേറെയുണ്ട്. എന്താ? ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് നമുക്കില്ല. കാരണം നമുക്ക് അത്ര ചിന്താധാരയൊന്നുമില്ല. അതുകൊണ്ട് ഫിലോസഫിക്കൽ ഒക്കെ ആയിട്ട് ഇതിനെ കാണുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യും. ബൈബിളിലെ ഫിലോസഫി പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സംസാരിക്കാം. പക്ഷെ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റില് ഇതിന് അർത്ഥമാണ്. ഇത് വിശദീകരിച്ചിട്ട് പൗലോസ് പറയുകയാണ്, ഇപ്പം യു ആർ ഇൻ ക്രൈസ്റ്റ്. അത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ പറയുക, പൂർണ്ണത കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചു, യേശു നിങ്ങളെ സ്വീകരിച്ചു. അവിടെ നമ്മൾ ആ ജീവിതം തുടങ്ങി. കർത്താവിന്റെ കൂടെ ആ ജീവിതം തുടങ്ങിയിട്ട് പറയുകയാണ്, ഇനി എന്താണ്? ആ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ സ്വീകരിച്ചതിന് അവൻ ജീവിക്കുവിൻ. അവൻ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവിൻ. ക്രിസ്തുവിന് യോജിക്കാത്തതും. അപ്പൊ കണ്ടോ, ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞു. ഇനി ക്രിസ്തുവിന് ചേരാത്തതിനോട് ചേരാൻ നമുക്ക് കഴിയുകയില്ല. ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞു. ഇനി ക്രിസ്തുവിന് ചേരാത്തതിനോട് ചേരാൻ നമുക്ക് കഴിയുകയില്ല. When you are abiding in him, when you are united in him, you will be automatically separated to the things what is against Christ.
അപ്പം അവിടെയാണ് those things നമ്മളത് സെപ്പറേറ്റ് ചെയ്യല്ല. ഇറ്റ്സ് നോട്ട് വി സെപ്പറേറ്റിംഗ് തിങ്സ്, ബട്ട് ദ തിങ്സ് വിൽ സെപ്പറേറ്റ് അസ്. കാര്യങ്ങൾ നമ്മളെ തന്നെ മാറ്റിക്കളയും. കാരണം when you are in Christ, you got the fullness. We all are after the fullness, but you got the fullness when you are in Christ. ക്രിസ്തുവിലായപ്പോ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾ അതിൽ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിന്റെ പുറകെ പോവല്ല. എങ്ങനെ അത് പറയണ്ടേ? ഇങ്ങനെ പറയാം, പുറത്ത് അന്വേഷിക്കണ്ട, നിങ്ങൾ വേരിറക്കപ്പെട്ടിരിക്കുന്നിടത്ത് എല്ലാം ഉണ്ട്. അത്രേ ഉള്ളൂ. അതാ അതിന്റെ കറക്റ്റ്. ശരിയായിരുന്നു ചേട്ടേ? ഒന്ന് പറഞ്ഞേ വിചാര, ഒന്ന് പറഞ്ഞേ, അത് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞേ. നാം ആയിരിക്കുന്നത് ക്രിസ്തുവിൽ നാം വേരൂന്നി കഴിയുമ്പോൾ പിന്നെ നാം സ്വയം നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെത്താൻ നാം ക്രിസ്തുവാണ് നമ്മളെ പണിയുന്നത്. പുതുതായിട്ട് എന്തോ അതെ അത് തന്നെ പറഞ്ഞു. നാം എന്റെ പ്രവൃത്തി കൊണ്ടല്ല ഞാൻ പണിയപ്പെടുന്നത്, ഞാൻ ക്രിസ്തുവിൽ ആയതിനാൽ ആ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും എന്നെ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലും പരിജ്ഞാനം ക്രിസ്തു എന്നെ വളർത്തുകയാണ്. എന്റെ പാർട്ട്, മൈ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് സഹകരിക്കുകയാണ്. കാരണം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന കോവർക്കേഴ്സ് ആണ്. വി ആർ ദ വർക്ക്മാൻഷിപ്പ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ കൂട്ടുവേലക്കാരാണ്. എഫെസോസ് 2:10 പ്രകാരം നമ്മൾ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. And we are the workmanship of Christ in Christ. നമ്മൾ കർത്താവില് അതാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ, ഓ ഗോഡ്, ആ പിക്ചർ ഭയങ്കരമായിട്ട് എലാബറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്കത് ഭയങ്കരമായിട്ട് തുറന്നു കിട്ടും. അത് ഇതാണ്, അതായത് കർത്താവ് യേശുവിനെ സ്വീകരിച്ചു, അല്ലെ യേശു നമ്മെ സ്വീകരിച്ചു. ഇനി ആ ജീവിതം അവനിൽ വേരുറപ്പിക്കപ്പെട്ട ജീവിതമാണ്. അവനിൽ വേരുറപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ വേറെ ഒരിടത്തും വേരിറക്കാൻ പറ്റുന്നില്ല. കാരണം അവനിൽ നിന്ന് ഫുൾനെസ് വരുന്നുണ്ടെങ്കിൽ, വെള്ളം ഇല്ലെങ്കിൽ അല്ലെ വേര് വേറെ ഒരിടത്തോട്ട് പോകേണ്ടതുള്ളൂ. ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ, ഹലോ, ഞാൻ നിൽക്കുന്നിടത്ത് വെള്ളമില്ലെങ്കിൽ അല്ലെ വേരിന് ഇനി വേറെ വെള്ളം അന്വേഷിച്ച് പോകേണ്ടതുള്ളൂ. അപ്പൊ നിങ്ങൾ നിൽക്കുന്നിടത്ത് വെള്ളമുണ്ടെന്നല്ല, നിങ്ങൾ നിൽക്കുന്നിടത്ത് മാത്രമേ വെള്ളമുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ നിൽക്കുന്നിടത്താണ് പരിപൂർണതയുള്ളത്, നിങ്ങൾ നിൽക്കുന്നിടത്താണ് തികവുള്ളത്, നിങ്ങൾ നിൽക്കുന്നിടത്താണ് പൂർണ്ണതയുള്ളത്. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ പൂർണ്ണത പ്രാപിക്കുന്നത്. എവിടെ? 10ാമത്തെ വാക്യം. എല്ലാ ഗ്രേസ് മോളെ വായിക്കും. 10 എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് അവനിൽ. എല്ലാ ആധിപത്യങ്ങളുടെയും ശിരസ്സായ അവനിലാണ്. ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിക്കാം. And you have come to fullness in him who is the head of every ruler and authority. See, you are complete. You are fullness in him. You have come to you fullness in have him. Come to the fullness in him who is the head you of have every come ruler to the and fullness authority. In him. Every ruler and authority. He is the head of every ruler and authority. You are complete in him. You have been complete in him. അവനിൽ നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. If there is no fullness in Christ, then you have to search for another. Now you don't have to search for another because you got the fullness in him. അവനിൽ നിങ്ങൾക്ക് പൂർണ്ണത കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അവനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്ട് കട്ടിന്റെ ആവശ്യമില്ല. വേറൊരു വഴിയെ ഇനി തപ്പി പോകണ്ട. കിട്ടി, ഉണ്ട്, പറ, എനിക്കുണ്ട്, എനിക്ക് കിട്ടി, എനിക്ക് ലഭിച്ചു, അത് പറ. ഇത് തിരിച്ചറിയാത്തവർക്കാണ് താങ്ക്സ് ഗിവിങ്ങിന് റീസൺ വേണ്ടിയത്. അവർ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിക്കും, എന്നത്തിന് താങ്ക്സ് ഗിവിംഗ് നടത്തണ്ടേ? എന്റെ അത് നോക്ക്, എന്റെ ഇത് നോക്ക്. അപ്പൊ ഞാൻ തിരിച്ചു പറയാം, എവിടെയാന്ന് നോക്ക്. യു ആർ ഇൻ ദ സേഫസ്റ്റ് പ്ലേസ്. യു ആർ ഇൻ ക്രൈസ്റ്റ്. ഞാൻ ഇത്രയും സമയം പറഞ്ഞ ഒന്ന് ക്രോഡീകരിക്കാം. നമുക്ക് നാളെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് പോവാം. ഇനി കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറയുന്ന ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വിഷയം പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുകയാണ്.
ഈ പാരഗ്രാഫിന് 2 ഭാഗമാണ്. അടുത്ത ഭാഗം നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പൊ ഇത്ര എടുത്തോണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. അപ്പൊ ഇത്രയും സമയം പറഞ്ഞത് താങ്ക് യു. നിങ്ങൾ ഇത്രയും പേര് ലൈവായിട്ട് ഇത്രയും സമയം കേൾക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്തത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു. സ്പെഷ്യലി ഈ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറയുമ്പോൾ എനിക്കറിയാം റിലേറ്റീവ്സ് ഒക്കെ ഒരുമിച്ച് വരും. വീടുകളിലൊക്കെ കുക്കിങ്ങും കട്ടിങ്ങും എല്ലാം തിരക്കുകളൊക്കെയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ സമയം ചെലവഴിച്ച് ഇന്ന് ഇത് കേൾക്കാൻ സമയം ചെലവഴിക്കുന്നതിന് വിശേഷിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴും ഇത് സമയമെടുത്ത് കാണാൻ, ഇത് കേൾക്കാൻ സമയം ചെലവഴിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ക്രോഡീകരിച്ചാൽ, ഇത്രയും സമയം വിശദീകരിച്ചത്, there is a life in Christ. കർത്താവിൽ ഒരു ജീവിതമുണ്ട്. കർത്താവിൽ ഒരു ജീവിതം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, അല്ലെങ്കിൽ യേശുക്രിസ്തു നമ്മെ സ്വീകരിച്ചു. രണ്ടും ഒരുപോലെ തന്നെയാണ്. നാം സ്വീകരിക്കും മുമ്പേ നമ്മെ അവിടുന്ന് സ്വീകരിച്ചിരുന്നു. അപ്പം when you accept Christ or when Christ accepts you, there we start our real life. ആ ഒരു പരിജ്ഞാനം കിട്ടുമ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു നമ്മൾ അവനിൽ റൂട്ടഡ് ആണ്. രണ്ടാമത് നമ്മൾ കേട്ട് കഴിഞ്ഞു അവനിൽ നമ്മൾ ബിൽറ്റഡ് ആണ്. മൂന്നാമത് നമ്മൾ കേട്ട് കഴിഞ്ഞു അവനിൽ നമ്മൾ ഫേം ആണ്, ഫേം ഇൻ ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചിരിക്കുന്നു. നാലാമത്തേതാണ് താങ്ക്സ് ഗിവ്, അബൗണ്ട് ആണ് ഇൻ താങ്ക്സ് ഗിവിംഗില്. വി ആർ ബൗണ്ട് ആൻഡ് അബൗണ്ട് ഇൻ താങ്ക്സ് ഗിവിംഗ്. നന്ദി പറച്ചില് നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി when this process starts, you will be separating those things are against God, against Christ. No need to compel you. Certain things you follow is not from Christ. Without any compel or message, you will be automatically separate yourself from certain things when you are in Christ. കാരണം ഇരുട്ടിനും വെളിച്ചത്തിനും ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ല. വെളിച്ചം വരുന്ന ഉടനെ ഇരുട്ട് പോയേ മാറുള്ളൂ, പറ്റുള്ളൂ. അതുപോലെ തന്നെ these things will be separated. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അതിനെ നടുക്ക് പറഞ്ഞത് പിന്നെ ആവർത്തിച്ച് പറയാം. We have the reason for thanksgiving. We do not want any other external reasons to give thanks to the Lord, because we have enough reason, that is in Christ. In Christ എന്ന് പറയുമ്പോൾ what is the significance of in Christ? According to Colossians 2:9, all the fullness of Godhead dwelleth in him, in Christ, in a body form. That body is Christ. So there we are getting the real picture of this. കർത്താവില് നമ്മൾ പൂർണ്ണമായി അവനിൽ വളർച്ച പ്രാപിക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലായി കഴിഞ്ഞു എല്ലാത്തിന്റെയും പൂർണ്ണത. 3 വാക്യങ്ങളൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. കൊളോസ്യസ് 3:3 നമ്മൾ കൊളോസിയൻസ് 3:3 കൂടെ ഒന്ന് വായിക്കാം. സോറി 2:3 കൂടെ ഒന്ന് വായിക്കാം. കൊളോസിയൻസ് 2:3. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിരിക്കുന്നു. PSC ബൈബിളിലൂടെ ഒന്ന് വായിച്ചു. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഗ്രേസ് മോളെ അത് ഫുള്ള് തിരിഞ്ഞല്ലോ, ഒന്നുകൂടെ വായിക്കാമോ? ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിധികൾ ജ്ഞാനത്തിന്റെ. അപ്പം ഇത് കൊളോസ്യസ് 2 നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം വേഴ്സ് നമ്പർ 1. വേഴ്സ് നമ്പർ 3 എത്തിയപ്പം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു അവനിലാണ് ജ്ഞാനത്തിന്റെയും. കാരണം ഇതിന്റെ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ്, പീപ്പിൾ ആർ റണ്ണിങ് ആഫ്റ്റർ വിസ്ഡം. എവിടെ ജ്ഞാനം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ പൗലോസ്ലേ ചോദിക്കുകയാണ്. പൗലോസ്ലേ പറയുകയാണ് ജ്ഞാനത്തിന്റെയും അറിവിന്റെയും, വിസ്ഡം ആൻഡ് നോളജ്, അത് അവനിലാണ് നിധികളുള്ളത്. അപ്പൊ നിധി ഉള്ളിടത്തോട്ട് വാ, നിധി ഉള്ളിടത്തോട്ട് വാ. ഹല്ലേലൂയ. നിധി ഉള്ളിടത്തോട്ട് വാ. എന്നിട്ടാണ് കൊളോസിയൻസ് 2:3 എടുത്തിട്ടാണ് 3:9 പോകുന്നത്. 3:9 പോകുമ്പോ ഒന്നുകൂടെ പോക്കോ, ഒന്നുകൂടെ വായിച്ചു. 2:9 ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിലാണ് മൂർത്തി ഭവിച്ചിരിക്കുന്നത്. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിലാണ് മൂർത്തി ഭവിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് കൊളോസിയൻസ് 2:10 വരുന്നത്. അവനിൽ above all
powers and principalities or the authorities, you have been made complete. You are full in Christ. So ഇത് നമ്മുടെ ബൈബിളിലുള്ള കാര്യം തന്നെയാണ്. ഇതാണ് റിയൽ ഇൻ ക്രൈസ്റ്റ് ലൈഫ്. ആ ലൈഫിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യു ആർ ഓൾറെഡി ദെയർ. സോ സ്റ്റാർട്ട് ഗ്രോയിങ് ഇൻ ഹിം. അവനിൽ വളർച്ച പ്രാപിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവം കർത്താവെ, ഇന്ന് ഈ മെസ്സേജ്, ഈ സന്ദേശം കേൾക്കുവാനായിട്ട് ഇത്രയും മണിക്കൂറുകൾ ചെലവഴിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരുടെയും കൂട്ടായ്മ ഞങ്ങൾ ഈ സമയത്ത് സ്വീകരിക്കുന്നു. ഞങ്ങൾക്കറിയാം, രക്തസാക്ഷികൾ ഇത് തിരിച്ചറിഞ്ഞവരാണ്. വിശുദ്ധന്മാർ ഇത് തിരിച്ചറിഞ്ഞവരാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മാറിലിരുന്ന് ഇത് തിരിച്ചറിഞ്ഞു. അമ്മയുടെ മാറിലിരുന്ന് പ്രിയപുത്രനായ യോഹന്നാൻ അത് തിരിച്ചറിഞ്ഞു. ഇന്ന് സഭയാം ശരീരത്തിന്റെ സർവൈശ്വര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, ഞങ്ങളെ ആരാധിക്കുന്നു. വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ഞങ്ങളുടെ ഇടയിൽ പാർത്ത് ഈ സമയത്ത് ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ലെറ്റ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് ഫ്ലോ. ക്രിസ്തുവിന്റെ ആ ഫുൾനെസ് എല്ലാ മക്കളിലേക്കും വ്യാപിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Let the fullness of Christ overflow. Let the fullness of Christ, the wisdom of Christ and the knowledge of Christ being imparted. Father, this is my prayer today, that you enlighten every eyes of understanding so that we should see where we are. Oh Jesus, hallelujah. പിതാവേ, ആ പൂർണ്ണത ഞങ്ങൾ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അതിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിലുള്ള നിറവില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മക്കളിലേക്കും ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും. വലിയ ദൈവപ്രവർത്തിക്ക് ഇത് കാരണമായി തീരട്ടെ. ഈ സമയത്ത് രോഗികൾ അവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈ അമർത്തി വെക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും വാഴുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവന്റെ ഉറവിടമേ, നന്മയുടെ ആധാരമേ, രോഗികൾ സുഖം പ്രാപിക്കട്ടെ. ഈ നിമിഷത്തിൽ തന്നെ രോഗികൾ സൗഖ്യമാവട്ടെ. ഹീലിംഗ് ടച്ച് ഉണ്ടാവട്ടെ. അത്ഭുതകരമായ ദൈവിക സ്പർശനം ഉണ്ടാവട്ടെ. തല മുതൽ പാദം വരെയുള്ള രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഓ, ഒരു ഹീലിംഗ് അനോയിന്റിങ് വ്യാപിക്കുന്നുണ്ട്. എല്ലാവരും സ്തോത്രം ചെയ്തു. സ്തുതിച്ചോ സ്തുതിച്ചോ സ്തുതിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. അഡോർ യു ജീസസ്. വർഷിപ്പ് യു ലോർഡ്. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ബി പ്രൈസ്ഡ്. ഇയർ ബാലൻസിന്റെ പ്രോബ്ലങ്ങൾ സൗഖ്യമാവുന്നുണ്ട്. നട്ടലുകൾ സുഖം പ്രാപിക്കുന്നുണ്ട്. ദഹനേന്ദ്രിയത്തിന്റെ തകരാറുകൾ സൗഖ്യമാവുന്നുണ്ട്. കണ്ണിന്റെ റെറ്റിനയുടെ തകരാറുകൾ സൗഖ്യമാവുന്നുണ്ട്. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാവുന്നുണ്ട്. ഒരുപാട് ശരീരങ്ങളിലേക്ക് സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. സ്വീകരിച്ചോ 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 സ്വീകരിച്ചോ. വലിയ അത്ഭുതമാവട്ടെ. വലിയ ദൈവപ്രവൃത്തിയാവട്ടെ. ജീവന്റെ ഉറവിടമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. നന്മയുടെ ആധാരമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വം കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകണമേ.